കേരളത്തിലാകെ 44 നദികളാണുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കേസാണ്. 3 നദികൾ മാത്രം കിഴക്കോട്ട് ഒഴുകുന്ന നദികളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കബനി, പാമ്പാർ. മൂന്നാമതായിട്ട് വരുന്നത് എന്താണ്? ഭവാനിപ്പുഴ. ആ ഭവാനിപ്പുഴയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നിൽ നിന്ന് ജനിച്ച് പാലക്കാട് വഴി മനോഹരമായ അട്ടപ്പാടി വഴി കൂടെ ഒഴുകുന്നതാണ് നമ്മുടെ ഭവാനിപ്പുഴ എന്ന് പറയുന്നത്. കിഴക്കോട്ടൊഴുകുന്ന അപൂർവ നദിയാണ് നമ്മുടെ അട്ടപ്പാടിയുടെ ജീവനാഡിയായിട്ടുള്ള നമ്മുടെ ഭവാനിപ്പുഴ എന്ന് പറയുന്നത്. കർഷകരുടെ ജീവിതവുമായി ഭവാനിപ്പുഴ അത്രമേൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ കൃഷിയും കുടിവെള്ളത്തിനുള്ള പ്രധാന സ്രോതസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭവാനിയാണ്. അട്ടപ്പാടിയുടെ സമ്പന്നമായ ജൈവവൈവിധ്യത്തെയും വനമേഖലയെയും നിലനിർത്തുന്നത് നമ്മുടെ ഈ നദിയാണ്. ഭവാനിപ്പുഴയ്ക്ക് കരുത്തേകാൻ കേരളത്തിൽ വെച്ച് തന്നെ മറ്റ് ചില ചെറിയ നദികളും ഇതിലേക്ക് വന്നു ചേരുന്നുണ്ട്. ശിരുവാണിപ്പുഴ, വരകയാർ എന്നിവയാണ് ഭവാനിയുടെ പ്രധാനമായിട്ടുള്ള പോഷക നദികൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭവാനിയുടെ സംരക്ഷണം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ തടയണകൾ, ഈ മണൽ വാരൽ, വനനശീകരണം എന്നിവ കാരണം ഭവാനി വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് വറ്റുന്നൊരു പ്രവണത നമ്മളിപ്പോൾ ഈ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. ഈ നദി മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മളെ ഓരോരുത്തരാണ് കേട്ടോ. വന്യജീവികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതിന് ഏറ്റവും കൈത്താങ്ങായിട്ടുള്ളത് നമ്മുടെ ഭവാനിപ്പുഴയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ കാവലായ കിഴക്കോട്ടൊഴുകുന്ന ഭവാനി വെറും ഒരു നദിയല്ല, അത് നമ്മുടെ എല്ലാവരുടെയും സംസ്കാരവും ജീവനുമാണ്. അതിനെ മലിനമാക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഭവാനിപ്പുഴ കണ്ടവരുണ്ടോ? ജസ്റ്റ് കമൻറ്റ് ബിലോ ഗൈസ്.